ഹരേ കൃഷ്ണ. മഹാഭാരതം കഥ പറഞ്ഞു തുടങ്ങാം. ആദിപർവ്വതത്തിലെ 8ാമത്തെ പർവ്വമായിട്ടുള്ള പ്രമദ്വര സർപ്പദംശം എന്ന പർവ്വമാണ് പറയാൻ പോകുന്നത്. സൂതനാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. സൂതൻ പറഞ്ഞു: ച്യവനൻ വളർന്നു. ച്യവനൻ്റെ കഥ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൃഗുമഹർഷിക്ക് ജനിച്ച പുത്രനാണ് ച്യവനൻ. ഭൃഗുമഹർഷിയുടെ ഭാര്യയായിട്ടുള്ള പുലോമയെ അഗ്നി കാണിച്ചു കൊടുത്തത് പ്രകാരം രക്ഷസ് പിടിച്ചുകൊണ്ടു പോകുന്നതിനിടയിൽ പുലോമയുടെ ഗർഭം അലസി അങ്ങനെ പെട്ടെന്ന് ജനിക്കുന്നവനാണ് ച്യവനൻ. അങ്ങനെ ജനിച്ച പുത്രനായതുകൊണ്ടാണ് ച്യവനൻ എന്ന പേര് കൊടുത്തത്. ഭൃഗുമഹർഷിയുടെയും പുലോമയുടെയും ച്യവനൻ എന്ന ആ പുത്രൻ അങ്ങനെ വളർന്നു വന്നു. അവൻ സുകന്യയെ വിവാഹം ചെയ്തു. അവളിൽ പ്രമതി എന്നു പേരായി ദീപ്തശക്തിമാനായി ഒരു പുത്രനുണ്ടായി. പ്രമതി യോഗ്യനായി വളർന്നു. ഘൃതാജി എന്ന ഭാര്യയിൽ അവന് രുരു എന്ന് പേരായി ഒരു പുത്രൻ ജനിച്ചു. രുരു വളർന്നു വന്നു. അവന് പ്രമദ്വര എന്നവളിൽ ശുഗനൻ എന്ന പുത്രൻ ജനിച്ചു. ശുഗനൻ മഹാതത്വനും കീർത്തിമാനുമായി വളർന്നു. തപോനിധിയും തേജസ്വിയുമായ രുരുവിൻ്റെ കഥ ബ്രാഹ്മണരെ ഞാൻ വിസ്തരിച്ച് പറയാം. ശ്രദ്ധയോടുകൂടി കേൾക്കുക. പണ്ട് തപോവിദ്യാവിശാരദനായി സർവഭൂതഹിതകാരിയായി സ്ഥൂലകേശൻ എന്ന് പേരായി ഒരു മുനി ഉണ്ടായിരുന്നു. അക്കാലത്ത് വിശ്വവസു എന്ന ഒരു ഗന്ധർവനായകൻ അപ്സരസായ മേനകയെ കാമിച്ച് അവൾക്ക് ഗർഭം ഉൽപ്പാദിപ്പിച്ചു. അവൾ സ്ഥൂലകേശൻ്റെ ആശ്രമത്തിൽ സമീപത്തിൽ പ്രസവിച്ചു. പ്രസവിച്ച ഉടനെ ശിശുവിനെ ഉപേക്ഷിച്ചിട്ട് അവൾ പോയി. മേനക ഉപേക്ഷിച്ച് ഇട്ടുപോയ പെൺകുട്ടിയെ സ്ഥൂലകേശൻ കണ്ടു. ആ കുട്ടിയെ എടുത്ത് മുനി കരുണയോടെ വളർത്തി. ജാതകകർമാദികളൊക്കെ ചെയ്ത് അവളെ പാലിച്ചു. സത്വരൂപഗുണം കൊണ്ട് ആ പ്രമദ വളർന്നുകൊണ്ട് പ്രമദ്വര എന്ന് അവൾക്ക് മുനി പേരുകൊടുത്തു. ഈ പ്രമദ്വരയെ കണ്ട് രുരു കാമമോഹിതനായി. ഒരു മിത്രം വഴിക്ക് അവൻ ആ പുണ്യാശ്രമത്തിൽ വിവരം അച്ഛനായ സ്ഥൂലകേശനെ അറിയിച്ചു. പ്രമദ്വരയെ തനിക്ക് വിവാഹം ചെയ്തു കൊടുക്കുവാനുള്ള രുരുവിൻ്റെ അഭ്യർത്ഥന സ്ഥൂലകേശൻ സ്വീകരിച്ചു. അവളെ അവന് നൽകുവാൻ തീർച്ചപ്പെടുത്തി. വേളി ഉത്രം നക്ഷത്രത്തിൽ നിശ്ചയിച്ചു. വിവാഹം അടുത്ത ദിവസം. ആ കന്യക സഖിമാരോടുകൂടി കളിച്ചു നടക്കുമ്പോൾ വിലങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു പാമ്പിനെ അറിയാതെ ചവിട്ടി. കാലചോദിതനായ ആ പാമ്പ് അവൻ്റെ വിഷോഗ്രമായ പല്ലുകൊണ്ട് പരിഭ്രാന്തയായ ആ ബാലികയുടെ ദേഹത്തിൽ കടിച്ചു. ഉടനെ അവൾ ഭൂമിയിൽ വീണു. കരുവാളിച്ച് ശോഭകെട്ട് ആഭരണം ചിന്നി ആർത്തയായി മോഹാലസ്യപ്പെട്ടു വീണു. ബന്ധുക്കൾക്ക് ദുഃഖം വളർത്തുന്ന വിധം മുടി ചിന്നിക്കിടന്നു. ജീവൻ അറ്റുകിടക്കുന്ന അവളെ നോക്കുവാൻ വിഷമമുണ്ടെങ്കിലും അവൾ മനോഹാരിണിയായി തന്നെ വിളങ്ങി. ഉറങ്ങിക്കിടക്കുന്ന ഒരു മനോമോഹിനിയെപ്പോലെ അവൾ ഉരകക്ഷതയാണെങ്കിലും ശോഭിച്ചു. ആ മനോജ്ഞാംഗി താഴെ വീണ് കിടക്കുന്നത് മഹർഷിമാരും പിതാവും കണ്ട് സങ്കടപ്പെട്ടു. ഉടനെ എല്ലാ ദ്വിജന്മാരും കനിവോടെ എത്തി. സോസ്ത്യാത്രേയൻ, കുശികൻ, ശങ്കൽസ്യൻ, ആർട്ടിഷേണൻ, പുത്രനോടു കൂടിയ ഗൗതമൻ, പ്രമതി, മറ്റു മുനി മുഖ്യന്മാർ ഇവരൊക്കെ ഭുജംഗവിഷമേറ്റു മരിച്ചു കിടക്കുന്ന അവളെ കണ്ട് കനിവോടെ കരഞ്ഞു. രുരു മാത്രം പുറത്തുപോയി. മറ്റു വിപ്രന്മാരൊക്കെ അവിടെ ഇരുന്നു. ഹരേ കൃഷ്ണ.